പ്രിയ സഹോദരന്മാരെ, എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ചിന്ത ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങളാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചം ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. ഭൂമിയുടെ സൃഷ്ടിയിൽ, പുനഃസൃഷ്ടിയില് ദൈവം ആദ്യം ചെയ്തൊരു പ്രവൃത്തി വെളിച്ചം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. ദൈവത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നത് ദൈവം വെളിച്ചമാണെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ഭൂമിയുടെ പുനഃസൃഷ്ടിയില് ദൈവം ചെയ്ത അതേ പ്രവൃത്തിയാണ് ഒരു മനുഷ്യന്റെ വീണ്ടും ജനനത്തോടുള്ള ബന്ധത്തിലും ദൈവം ചെയ്യുന്നത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തില് നമ്മളെ കുറിച്ച് പറയുമ്പം അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം: മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴ കർത്താവിൽ വെളിച്ചമാകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളില് വെളിച്ചത്തിന്റെ ഒരു അംശം പോലും ഇല്ലായിരുന്നു, നമ്മൾ ഇരുളായിരുന്നു. അങ്ങനെ ഇരുളായിരിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് വെളിച്ചമുണ്ടാക്കുക എന്നുള്ളത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലെ 2 കൊരിന്ത്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവദേശത്തിന്റെ പരിജ്ഞാനം വിളയിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഒരു പാപം നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായതാണ് നമ്മുടെ ഹൃദയങ്ങളിൽ. അങ്ങനെയാണ് ഹൃദയങ്ങളില് ഒരു വെളിച്ചം സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയാണ് ദൈവം ചെയ്യുന്നത്. നമ്മൾ ആ വെളിച്ചത്തിലേക്ക് വരുമ്പോഴാണ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കറിയാം, നമ്മളെ വീണ്ടും ജനിപ്പിക്കുമ്പോൾ, ആത്മാവിനെ വീണ്ടും ജനിപ്പിക്കുന്ന ഹൃദയങ്ങളിലാണ് ഈ വെളിച്ചം പ്രകാശിക്കുന്നത്. നമ്മൾ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടാണ് ഈ വെളിച്ചത്തെ ഇരുളിനെയും തിരിച്ചറിയാൻ തുടങ്ങുന്നത്. അതിനു മുമ്പേ നമുക്ക് വിട്ടു മാത്രമേ ഉള്ളൂ. ദൈവം പൗലോസിനെ വിളിക്കുമ്പോ അപ്പോസ്തലപ്രവൃത്തി 26-ാമത്തെ അധ്യായത്തില് അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, അവർക്ക് പാപമോചനം എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും ആന്തരിക കണ്ണ്, ഹൃദയത്തിന്റെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുളായിരുന്ന അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. ദൈവം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അതുതന്നെയാണ് സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് നയിക്കുക എന്ന് പറയുമ്പോഴും ഒരേ അർത്ഥം അതിനുള്ളത്. ആ ഒരു പ്രക്രിയയോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലൻ എന്ത് ചെയ്തെന്നാണ് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ആദ്യം ദമസ്കോസിലെ യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തര യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. നമ്മുടെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള ആ പ്രക്രിയയില് ആദ്യത്തെ പടിയാണ് മാനസാന്തരം എന്ന് പറയുന്നത്, അനുതാപം. ഈ ദൈവിക വെളിച്ചത്തിൽ നമ്മുടെ പാപാവസ്ഥ, ഇരുള് നമ്മൾ കാണുന്നു.
നമ്മൾ മാനസാന്തരപ്പെടുന്നു. ഈ ദൈവിക വെളിച്ചത്തിലേക്ക് വരാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഇവിടെ 16, 17, 18 വാക്യങ്ങളൊക്കെ വായിക്കുമ്പം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാതെ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ ഒരു പ്രകാശം ദൈവം ഉദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു പ്രക്രിയ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളത്. എന്നാൽ നമ്മളുള്ള ഇരുള് കണ്ട് ഇരുളിനെ കുറിച്ച് മാനസാന്തരപ്പെട്ട് വെളിച്ചം, ഇപ്പം വെളിച്ചം എന്ന് പറയുമ്പം എന്താന്നുള്ളത് നമ്മൾ എഫീസിലെ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. വെളിച്ചത്തിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ എഫീസർ 5-ാം അധ്യായം നമ്മളിപ്പം വായിച്ച വാക്യത്തോടുള്ള ബന്ധത്തിന് താഴേക്ക് പറയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നേ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴെ കർത്താവ് വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. യോഹന്നാൻ നമ്മൾ 2 കൂട്ടരെ കുറിച്ചാണ് വായിച്ചത്. ഒരു കൂട്ടര് വെളിച്ചത്തിലേക്ക് വരുന്നില്ല, മറ്റേ കൂട്ടര് വെളിച്ചത്തിലേക്ക് വരുന്നു. ഇവിടെ നമ്മളോട് പറയുന്നു കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. അപ്പൊ ഈ ദൈവിക വെളിച്ചത്തോടുള്ള ബന്ധത്തിൽ അത് പറയുമ്പം ആ വെളിച്ചം എന്ന് പറയുമ്പോൾ ബോധം വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 10 പോലുള്ള വാക്യങ്ങളിൽ എന്താണ് വെളിച്ചത്തിന്റെ ഫലം എന്ന് പറയുന്നുണ്ട്. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ ഫലം എന്താ? ഇതിന് നേരെ ഓപ്പോസിറ്റാ. സകല ദുർഗുണവും അനീതിയും അസത്യവുമാണ് വെളിച്ചത്തിന്റെ ഫലം. അതുകൊണ്ടാണ് 1 പത്രോസ് 2 നമ്മളോട് പറയുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും അസൂയയും നീക്കിക്കളഞ്ഞു. നമ്മള് ഇരുട്ടിലായിരുന്നപ്പോൾ നമ്മളുണ്ടായിരുന്ന ഫലങ്ങൾ അതൊക്കെയാണ്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മളെ തന്നെ നമ്മൾ വെളിച്ചത്തിലാണോ ഇരുളിലാണോ എന്നുള്ള കാര്യം നിരന്തരമായിട്ട് ശോധന ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒറ്റയടിക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരികയല്ല, പടിപടിയായിട്ടാണ് വരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ഇരുളിനെ കുറിച്ച് നമുക്ക് ബോധം വരുത്തുമ്പോൾ നാം വെളിച്ചത്തിലേക്ക് വരുന്നു. തുടർന്ന് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യത്തിൽ 11-ാം വാക്യം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുക അത്ര വേണ്ടത്. അവർ ഗൂഢമായി ചെന്ന് പറവാൻ പോലും ലജ്ജയാകുന്നു. അതാണ് നമ്മൾ യോഹന്നാൻ 3-ൽ ഇപ്പം വായിച്ച്. തങ്ങളുടെ പ്രവൃത്തിക്ക് ആശയം വരാതിരിക്കാൻ അവർ വെളിച്ചത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. നമ്മളെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു കാര്യം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം വരുത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ പാപം എന്താന്നുള്ള കാര്യം നമ്മൾ ദൈവ വെളിച്ചത്തിൽ കാണേണ്ട ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടേതായ വെളിച്ചത്തിൽ പാപത്തെ കാണുന്നതിന്റെ അനന്തരഫലം നമ്മുടെ പല പാപങ്ങളെയും നമ്മൾ ന്യായീകരിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ എക്സ്ക്യൂസ് കണ്ടുപിടിക്കും. അതേസമയം നമ്മൾ ദൈവിക വെളിച്ചത്തിൽ ഈ പാപത്തെ കാണാൻ തുടങ്ങുന്നിടത്താണ് നമ്മൾ വെളിച്ചത്തിലേക്ക് വരാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ വരുന്നതിന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന ഫലമാണ് സകല സൽഗുണവും. നമ്മള് ദുർഗുണങ്ങളുടെ കേന്ദ്രമായിരുന്നു നമ്മളെല്ലാവരും, ജഡത്തിന്റെ പ്രവൃത്തികള്. പക്ഷേ ഈ സൽഗുണം എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഫലമാണ്. സകല സൽഗുണം എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് പറയുന്നിടത്ത് 9 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
അത് ആരംഭിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ്. നമുക്കറിയാം ദൈവം സ്നേഹമാണ്. ഒരാൾ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് അവനും സ്നേഹിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മള് സ്നേഹമില്ലെങ്കിൽ, സ്നേഹിക്കുന്നില്ലെങ്കിൽ, സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം വൈകാരികമായ ഒരു തോന്നലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, സഭയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഇരുട്ടിക്കിടന്ന് കുറെ പേരെ ദൈവം അവിടുന്ന് വേർതിരിച്ച് ശുദ്ധീകരിച്ച് സഭയിലാക്കി വെച്ചിട്ട് നമ്മൾ ഈ സഭയ്ക്കുള്ളിൽ ഒരു ട്രെയിനിങ് പ്രാപിക്കുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ദീർഘമായി ക്ഷമിക്കാൻ, ദയ കാണിക്കാൻ. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു കുടുംബമായിട്ടല്ല, ഒരു സഭയായിട്ട് വരുന്നിടത്ത് നമ്മളെല്ലാം കുറവശങ്ങളുള്ളവരാ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ. അങ്ങനെ കുറവശങ്ങളുള്ളവരെ ഒന്നിച്ചു ചേർത്തിട്ട് അവരുമായിട്ടുള്ള സഹവാസത്തിലാണ് നമ്മളെ തന്നെ കാണാനായിട്ട് കഴിയുന്നത്. മറ്റുള്ളവരെ വിധിക്കാനും ബഹുമാനിക്കാതിരിക്കാനും ആദരിക്കാതിരിക്കാനും നമ്മളെ തന്നെ ഉയർത്താനും മറ്റുള്ളവരെ താണവരാണെന്ന് കാണാനും ഇങ്ങനെ ഒത്തിരി ഇരുള് നമ്മുടെ ഉള്ളിലുണ്ട്. ഇങ്ങനെ ഒന്നിച്ചു കൂട്ടി ദൈവം ഒരു വെളിച്ചം തരുന്നിടത്ത് ഓരോ ശോധനകളോട് നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇനി ഇരുട്ടുണ്ടെന്നുള്ള സത്യം നമ്മൾ കാണാനിടയാകുന്നത്. മത്തായി 5:3 കർത്താവ് പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവിക സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്നും ദരിദ്രനാണെന്നുള്ള ഒരു ബോധ്യമാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കേണ്ടി പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല, ക്ഷമിക്കേണ്ടി പോലെ ക്ഷമിക്കാൻ കഴിയുന്നില്ല, ദോഷം കണക്കിടാതിരിക്കാൻ കഴിയുന്നില്ല, കൈപ്പോടിരിക്കുന്ന ഞാന് പരാതിയുള്ളവനാണ്, പിറുപിറുപ്പുള്ളവനാണ്. നമ്മൾ ദൈവത്തെ അറിയുന്ന തോറും ഈ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം ഉള്ള ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വായിച്ചാൽ നമ്മൾ കർത്താവിന് വെളിച്ചമാണെന്ന് പറയുമ്പോൾ വെളിച്ചത്തിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങും. നമ്മളെ മറ്റുള്ളവരത് അനുഭവിക്കാൻ തുടങ്ങും. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, നീതിഫലങ്ങൾ താതനെ കാണിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ഈ നീതിഫലങ്ങള് നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരാണ് ഇത് അനുഭവിക്കുന്നത്. എൻ്റെ രഹസ്യ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുകയും എൻ്റെ ആന്തരിക കണ്ണുകൾ തുറക്കുകയും ചെയ്യുന്നിടത്ത് ഇരുളും വെളിച്ചവും നമ്മൾ വേർതിരിവിൽ നടക്കും തോറും എൻ്റെ തേജസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് ബുദ്ധിയുടെ തലത്തിൽ ആദ്യം അല്ലെങ്കിൽ നമ്മൾ കേട്ടാണ് ഗ്രഹിക്കുന്നത്. ആദ്യം കേൾക്കുന്നു, ഗ്രഹിക്കുന്നു, പിന്നീട് അനുസരിക്കുന്നു. അതിന്റെ അനന്തരഫലമായിട്ട് എൻ്റെ ഉള്ളിലുള്ള ഇരുളിന്റെ കട്ടി കുറയാൻ തുടങ്ങും, വെളിച്ചത്തിന്റെ ശക്തി കൂടാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ഒരു കാര്യം ഞാൻ വെളിച്ചത്തിലാണ് നടക്കുന്നത്. പൊറുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദോഷം കണക്കിടാതിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, എൻ്റെ ചിന്തകളെ ശുദ്ധിയിൽ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ വെളിച്ചത്തിലുള്ള ഒരാളായിട്ടാണ് നടക്കുന്നത്. അതില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇരുളിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇരുട്ടിൽ നടക്കുമ്പോഴുള്ള പ്രശ്നം നമ്മുടെ കണ്ണ് കാണാൻ പറ്റത്തില്ല. യോഹന്നാന്റെ സുവിശേഷത്തില് കർത്താവ് പറഞ്ഞപ്പോ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 12-ാം അധ്യായത്തിൽ അതിന്റെ 35-ാം വാക്യത്തിൽ മൊത്തത്തിൽ നമ്മൾ വായിക്കുമ്പം അതിന് യേശു അവരോട് യോഹന്നാൻ 12:35 ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവീൻ. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. പലപ്പോഴും ഇരുളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം കാണത്തില്ല. ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ വെളിച്ചത്തിൽ നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവം എങ്ങനെ നമ്മളെ കാണുന്നു എന്നുള്ളത് നമുക്ക് തന്നെ കാണാൻ കഴിയും. ആ ദൈവിക വെളിച്ചത്തിന് മുമ്പിൽ നമ്മളുള്ള ഇരുളിനെ കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം വരുന്നതിന്റെ അനന്തരഫലമായിട്ടാണ് നമ്മൾ ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്നത്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൂമിയിലെ ജീവിതം മുഴുവൻ അവൻ ഭാഗ്യവാനായി തീരുന്ന ഈ ആത്മാവിന്റെ ദരിദ്രാവസ്ഥയിൽ തുടരുന്നതിന്റെ അനന്തരഫലമായിട്ടാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമുക്ക് പെട്ടെന്നൊരു സമ്പന്നതയുടെ ചിന്ത വരും. എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ചിന്ത വരുമ്പോൾ ദൈവം പലപ്പോഴും ഒരു ശോധന അനുവദിക്കും, ഒരു പരീക്ഷയിലൂടെ കടന്നു പോകാൻ നമ്മളെ അനുവദിക്കും. ആ പരീക്ഷയ്ക്ക് അപ്പുറത്ത് ചെല്ലുമ്പോഴാണ്, അല്ലെ പരീക്ഷ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ ഇന്നും
ഇരുട്ടെൻ്റെ ഉള്ളിലുണ്ട്, ഇരുട്ടിലായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എനിക്ക് സൽഗുണങ്ങളുടെ ഒരു ഉറവയല്ല എന്നിലുള്ളത്. ഇപ്പോഴും പരീക്ഷ ശക്തമാകുമ്പോൾ ഇവിടെ നിന്നോ കയ്പ് വരുന്നുണ്ട്, വെറുപ്പ് വരുന്നുണ്ട്, അകൽച്ച വരുന്നുണ്ട്, സംശയം വരുന്നുണ്ട്, പരാതി വരുന്നുണ്ട്, വെറുകുറുപ്പ് വരുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ വെളിച്ചത്തിൽ നടക്കുമ്പോൾ വെളിച്ചത്തിന്റെ ഒരു ഫലം നിരന്തരമായിട്ട് നമ്മൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആന്തരിക കണ്ണുകള് ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ തന്റെ അവസ്ഥയെക്കുറിച്ച് തനിക്ക് യാതൊരു ബോധ്യവും കാണുന്നില്ല. നമുക്കറിയാം, രാത്രിയില് വെളിച്ചമില്ലാതെ ഒരു ഇരുട്ടിക്കൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അപകടങ്ങളുണ്ടോ, കുഴിയുണ്ടോ, കല്ലുണ്ടോ, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കാണാൻ കഴിയും. നമ്മൾ വെളിച്ചത്തിൽ നടക്കും തോറും നമ്മുടെ വെളിച്ചം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ അനുസരണത്തിൽ നടക്കുക എന്ന് അതിൻ്റെ അർത്ഥം. നമ്മള് പലപ്പോഴും നമുക്ക് വചനങ്ങളെ കുറിച്ചുള്ള അറിവുള്ളപ്പം നമുക്കൊരു സമ്പന്നതയുടെ ചിന്ത വരും. പക്ഷെ വചനത്തിന്റെ അനുസരണയാണ് നമ്മളെ യഥാർത്ഥ രൂപാന്തരത്തിലേക്ക് നടത്തുന്നത്. എഫെസ്യർ 5:9 വരുമ്പോൾ 9, 10, 11 വാക്യങ്ങളിലെ സകല സൽഗുണവും നീതിയുമല്ലോ വെളിച്ചത്തിന്റെ ഫലമെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ വായിച്ചു. ആ കാര്യം, ഈ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ വായിച്ചു. ബോധം വരുന്ന കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ബോധത്തിൽ നടക്കുമ്പോഴാണ്. അപ്പം യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബോധം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വേറെ തരത്തിൽ പറഞ്ഞാൽ പാപത്തോടുള്ള സെൻസിറ്റീവ്നെസ്, സ്പർശ്യത നമുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പാപത്തോടുള്ള സ്പർശ്യത നമുക്കില്ലെങ്കിൽ, പെട്ടെന്ന് പാപത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ സുബോധത്തിലല്ല നടക്കുന്നതെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. തുടർന്ന് 5:14 നമ്മളിങ്ങനെ വായിക്കുന്നു, ബോധം വരുന്നതിനെ വിളിച്ചു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരിൽ എഴുന്നേൽക്കാൻ എന്ന ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമ്മുടെ പാപത്തോടുള്ള ബന്ധത്തിൽ, മാനസാന്തരത്തിൽ നമ്മൾ നടക്കും തോറും ദൈവിക പ്രകാശം നമ്മളില് വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 6:14-15 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തില് അപ്പോസ്തലൻ കൊരിന്ത്യ വിശ്വാസികളെ പ്രബോധിപ്പിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 6:14, 15, 16 വാക്യങ്ങളില്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലപ്പെട്ട് കൂടരുത്, നീതിക്ക് അധർമ്മത്തിൽ തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസമായി എന്ത് ഓഹരി, ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. അപ്പൊ ഇരുളെന്ന് പറയുമ്പം ഇവിടെ നമ്മളോട് പറയുന്നു 14 അവസാന ഭാഗത്ത്, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട്. തുടർന്ന് നമ്മൾ വായിക്കുന്നതിന്റെ 16-ാം വാക്യം 2-ാമത്തെ ഭാഗത്ത് വായിക്കുന്നു, അവരുടെ ഇടയിൽ ഞാൻ അവരുടെ ഇടയിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർക്ക് ജനവുമായിരിക്കുന്ന. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് 17-ാം വാക്യം, വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു, അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈ അശുദ്ധി എന്ന് പറയുമ്പം ഇവിടെ പറയുമ്പോൾ ആശരികമായിട്ട് അവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞ 17-ാം വാക്യം, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ഈ വേർപാടെന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക തലത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ ലേഖനത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തില് 9, 10, 11 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല നിങ്ങൾ അറിയുന്നതല്ലോ, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നമ്മുടെ ഉള്ളിൽ ഇതുണ്ടെങ്കിൽ ഇത് നമ്മളോടുള്ള ഒരു ദൈവത്തിന്റെ സംവാദമാണ്.
ഇതുണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. എന്തുകൊണ്ടാണ് നമുക്കതിനകത്ത് സന്തോഷം ഇല്ലാത്ത? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സന്തോഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അതില്ലാത്ത? അതിന്റെ കാരണം ഇതാണ്, ഈ ഒരു വേർപാട് നമ്മുടെ ഉള്ളിൽ നടക്കുന്നില്ല. ഇരുളും വെളിച്ചവും അല്ലെ ജഡവും ആത്മാവും തമ്മിലുള്ള ഒരു വേർപാട് നമ്മുടെ ഉള്ളിൽ നടക്കുന്നില്ല. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം അപ്പോസ്തലൻ പറയുമ്പം കൊരിന്ത്യരോട് പറയുന്നുണ്ട്, ഇത് ഞാൻ പറയുന്നത് എന്റെ 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ 9-10 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. 10-11 വാക്യങ്ങൾ, ദുർനടപ്പുകാരോട് സംസർഗം വരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. എന്നാൽ സഹോദരന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നെങ്കിൽ അവനോട് സംസർഗം വരുത്. അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കുപോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അപ്പൊ നമ്മളോട് പുറപ്പെട്ട് വേർവിട്ടിരിക്കാൻ പറയുമ്പം ലോകത്തോടുള്ള ബന്ധത്തിൽ ഒരു വേർപാടില്ല നമ്മൾ ജീവിക്കുന്നത്. സഹോദരന് പേർപ്പെട്ട ഒരാളും ഇവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് ദുർനടപ്പ്, രണ്ടാമത് അത്യാഗ്രഹം, വിഗ്രഹാരാധന, വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നെങ്കിൽ. ഇത് ചെറിയ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കാണിക്കുന്നത് എന്താ? അപ്പൊ സഹോദരന് വിളിക്കപ്പെട്ട ഒരാളിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കാണാൻ പാടില്ല. പക്ഷെ നാം നമ്മെ തന്നെ വിധിക്കുമ്പം ഇപ്പൊ നമ്മൾ ഇതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കിയാലും, രണ്ടാമത്തെ കാര്യം അത്യാഗ്രഹം, വിഗ്രഹാരാധി എന്ന് പറയുന്നുണ്ട്. വേറൊരു ഭാഗത്ത് വന്ന് ഈ അത്യാഗ്രഹം വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ വെളിച്ചത്തിൽ നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള തിന്മകളെ കുറിച്ചുള്ള ഒരു ആന്തരിക വെളിച്ചം നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് വർദ്ധിക്കും തോറും നമ്മൾ ഒരു വേർപാടിന്റെ ആത്മാവിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ 2 കൊരിന്ത്യർ വായിച്ച പോലെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, അശുദ്ധമായതൊന്നും തുടരുത് എന്ന് പറയുന്നതിന്റെ കാരണം നമുക്ക് അവരോട് വെറുപ്പുണ്ടായിട്ടല്ല, പക്ഷെ ആ അശുദ്ധി നമ്മളിലേക്ക് വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും നമ്മളിങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്, കോപമുള്ളവനോട് കൂടെ നടക്കരുത്, കാരണം നീ അവന്റെ വഴികളെ പഠിപ്പാനും നിന്റെ പ്രാണൻ നാശത്തിലാണുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദൈവസഭയിലേക്ക് വരുന്നിടത്ത് നമ്മൾ പ്രാരംഭത്തിൽ നമുക്ക് ഇതെല്ലാം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ നമ്മൾ മുമ്പോട്ട് പോകും തോറും ആ ഒരു ഉറവ പറ്റുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം. ജഡത്തിൽ നിന്നുള്ള ഉറവ അതിന്റെ ശക്തി കുറയുകയും ആത്മാവിന്റെ ഉറവയുടെ ശക്തി കൂടുകയും ചെയ്യുന്നുണ്ടോ? കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലയിലെ മുടി കറപ്പിക്കാനോ വെളുപ്പിക്കാനോ കഴിയത്തില്ല. ആ കാര്യത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തില് അപ്പോസ്തലൻ എഴുതുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തില് 4 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പെന്ന് ഞാൻ പിന്നെയും പറയും, നിങ്ങളുടെ സൗമ്യ സകല മനുഷ്യർ അറിയട്ടെ, കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. 6-ാം വാക്യം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയാൻ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. 6-ാം വാക്യം പറയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പക്ഷെ പലപ്പോഴും ഈ ഒരു കൽപ്പന നമ്മൾ അനുസരിക്കാറുണ്ട്. പിന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും വിചാരപ്പെടുന്നവരായിരിക്കുന്ന കാണാനായിട്ട് കഴിയും. ഒരിക്കലും സാഗ്ര ഒരു ഉദാഹരണം പറഞ്ഞില്ല, 2 പക്ഷികൾ മരത്തേലിരുന്ന് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഒരു പക്ഷി ചോദിച്ചു, മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ അരിശിതരായിട്ട് എന്താ ഇങ്ങനെ ഓടി നടക്കുന്നത് അസ്വസ്ഥരായിട്ട്? അപ്പൊ മറ്റേ പക്ഷി പറഞ്ഞു, നമുക്കുള്ളപ്പോഴൊരു പിതാവ് ഇവർക്കില്ല, അതുകൊണ്ടാണ്. കാരണം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു ഈ പക്ഷികളെയൊക്കെ. അവർ വൈകുന്നേരം ആകുമ്പോഴത്തേനും ദൈവം കൊടുത്ത ആഹാരമൊക്കെ തിന്ന് തൃപ്തരായി ഒരു മരക്കൊമ്പിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ പാടി അവർ ഉറങ്ങുന്നു. അതിരാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും ഒരു പാട്ടൊക്കെ പാടിയിട്ട് അവര്
ഇങ്ങനെ ഇര തേടി നടക്കും. ഈ പ്രത്യേകിച്ച് കാക്കകളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരിങ്ങനെ ഈ വീടിന്റെ പുറത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ 4 വശം നോക്കിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും എന്തേലും പൊട്ട് കിടപ്പുണ്ടോ, എവിടെയെങ്കിലും എന്തേലും ഒരു വേസ്റ്റ് കിടപ്പുണ്ടോ എന്ന് നോക്കി പെട്ടെന്ന് അതിന് കുത്തിയെടുത്ത് സന്തോഷത്തോടെ അവർ പോകുന്ന കാണാനായിട്ട് കഴിയും. അത് അന്വേഷിച്ചുകൊണ്ടായിരിക്കും. ദൈവം അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നു. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അങ്ങനെ അന്വേഷിക്കരുത് ദൈവം പറഞ്ഞിട്ടില്ല, പക്ഷെ വിചാരപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ എന്താകും? അപ്പൊ കർത്താവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ നാളെയെ കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വിചാരപ്പെടുന്നത്? കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും അല്ലെ? ഇപ്പം നിങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ജോലി പോയാൽ എന്ത് ചെയ്യും? ഞങ്ങളെ കുറിച്ച് പറഞ്ഞാല് നല്ല ഒരു വിളവ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടിലെല്ലാം പാളുമല്ലോ. അങ്ങനത്തെ ചിന്തകളിൽ അങ്ങ് പോയി ഈ സമാധാനമൊക്കെ നഷ്ടപ്പെട്ട് അസ്വസ്ഥരായി അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഒടുവിയത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം സാത്താൻ വിജയിച്ച അവിടെ അസ്വസ്ഥതയിലാ ജീവിക്കുന്നത്. ആ ഭാരവും ചുമന്നോട് വരുമ്പോഴാണ് എന്തേലും ഒരു വാക്ക് കേൾക്കും നമുക്ക് പിടിക്കാത്ത, നമ്മൾ പൊട്ടിത്തെറിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, പരാതി പറയുന്നു, സമാധാനം പോയി, സന്തോഷം പോയി. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്നുള്ള ഈ ഫിലിപ്പിയർ 4:6 വളരെ വ്യക്തമാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, അതൊരു കൽപ്പനയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാറുള്ളത്? ഈ കൽപ്പനകളോടുള്ള ബന്ധത്തിൽ നമ്മൾ അതിനെ പലപ്പോഴും നിസ്സാരമായിട്ട് കാണും. ശരിയല്ലേ? എന്ന് പറഞ്ഞ ഈ ഒരു കൽപ്പന അത്ര പ്രാധാന്യമുള്ളതൊന്നും അല്ല എന്നുള്ളൊരു ചിന്ത. ലേവ്യ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ദൈവം മോശെ മുഖാന്തരം കൽപ്പന കൊടുക്കുമ്പോൾ അവരോട് പറയുന്നത്, ലേവ്യ 22:9 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, അവരുടെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തിയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിക്കാൻ അവ പ്രമാണിക്കുകയാണ്. ആകയാൽ അവരുടെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി, കൽപ്പനകളെ നിസ്സാരമാക്കി. അപ്പൊ ഫിലിപ്പിയർക്ക് പറഞ്ഞു ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്നിട്ട് പറഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. എല്ലാറ്റിലും പ്രാർത്ഥന അപേക്ഷിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. അപ്പൊ നമ്മളതിനെ നിസ്സാരമാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് പ്രമാണിക്കുകയല്ല, നമ്മളത് ആകുലപ്പെടുന്നവരും അസ്വസ്ഥരും നിരാശരൊക്കെ ആയിട്ട് ജീവിക്കാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. 8:11 നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും. അപ്പൊ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അലക്ഷ്യമാക്കാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിന് വിരുദ്ധമായിട്ട് ജീവിക്കുക. നമ്മളോട് എപ്പോഴും സന്തോഷിക്കാൻ പറയുന്നിടത്ത് നമ്മൾ സന്തോഷിക്കാതിരിക്കുമ്പോ എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ കൽപ്പനയെ അലക്ഷ്യമാക്കുക. 1 തെസ്സലോനിയ 5 നമ്മളത് വായിക്കുന്നത്. അതിന്റെ 16 മുതലുള്ള 1 തെസ്സലോനിയ 5:16 മുതലുള്ള വാക്യങ്ങളില് എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എപ്പോഴും സന്തോഷിക്കാനാ വർത്തിരിക്കുന്നത്. നമ്മൾ ആ പാട്ട് പാടാറുണ്ടല്ലോ, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ഫിലിപ്പിയർ 4:1 പറഞ്ഞേ, സന്തോഷിപ്പിൻ, കർത്താവ് എപ്പോഴും സന്തോഷിപ്പിൻ ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ ജീവിതത്തില് നമ്മളോട് എപ്പോഴും സന്തോഷിക്കാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയാത്ത? യെശയ്യാ 61 നമുക്ക് ദൈവം തരുന്ന നന്മകളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ദൈവം നമുക്ക് തരുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ 61:3 വാക്യത്തിൽ, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. വിഷണ്ട മനസ്സിൽ നിന്നാണ് പരാതിയും പിറുപിറുപ്പും
മേലാട എന്ന് പറഞ്ഞ എപ്പോഴും സന്തോഷിക്കുന്ന. എഫേസ്യ ലേഖനത്തില് 5-ാം അധ്യായത്തിൽ അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്ന 17 മുതലുള്ള വാക്യങ്ങളില്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടമെന്ന് ഗ്രഹിച്ചുകൊള്ളുകയും വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനകത്ത് ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. നമ്മൾ കുടുംബത്തിൽ സൗകര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവും അതിനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയും, എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയും. അപ്പൊ കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് അപ്പോസ്തലൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തില് 4 മുതലുള്ള വാക്യങ്ങളിൽ, എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണത ബന്ധമായ സ്നേഹം ധരിപ്പിൻ. 3:14 മുതല്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇപ്പൊ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാ ഫിലിപ്പിയർ പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥന അപേക്ഷയാലും സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തിൽ അറിയിക്കുക അത്ര വേണ്ട. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. ക്രിസ്തുവിന് സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ, അതിൽ നിങ്ങൾ ഏകശരീരമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന നന്ദിയുള്ളവരായിരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. ഒരാൾ വിചാരപ്പെട്ടിരിക്കുന്ന കാണുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു. നമ്മള് ഇങ്ങനെ വിഷണ്ട മനസ്സോട്ട് ഇരിക്കുമ്പം നമുക്കെന്താ ആവശ്യം? നമ്മളിങ്ങനെ പാടാറില്ല, മരുഭൂപ്രയാണത്തിൽ ചാരിയിടുവാൻ നല്ലൊരു നായകൻ നമുക്കില്ലയോ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജയി. ആ പാട്ട് എഴുതിയതിനെ കുറിച്ച് മുട്ടാപ്പച്ചൻ പറഞ്ഞത്, 16 ദിവസത്തോളം ഭാര്യയും മക്കളും പട്ടിണി കിടന്ന് അർദ്ധപ്രാണരായിട്ട് കിടക്കുമ്പോഴാണ് സഹോദരിയെ ആശ്വസിപ്പിക്കാൻ പാടിയ പാട്ടാകത്തെ. സഹജ എന്ന് പറയുമ്പോൾ കൂട്ടുകാരി, ഭാര്യ എന്നൊക്കെ അർത്ഥം. ഇവിടെ നമ്മളിപ്പം വായിച്ച ഈ കൊലോസ്യർ പറഞ്ഞ കാര്യം അന്നേരം താൻ തന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ചെയ്തത് ഒരു പാട്ടിലൂടെ ആ സഹോദരിയെ ഉണർത്തുകയും ഉത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായിരുന്നു. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും. നമ്മുടെ ഹൃദയങ്ങളിൽ നിരന്തരമായ ഒരു പാട്ടിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾ നിത്യമായിട്ട് വീണ്ടും എടുത്തിരിക്കുന്നു. പിശാചിന് നമ്മൾ അടിമയല്ല. നമ്മൾ പാടുന്ന ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോന് ഞാൻ അന്യനല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പാടുന്നത്. തുടർന്ന് 3:17 ഇങ്ങനെ പറയുന്നു, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. ഒരു കണ്ടിന്യൂസ് ടെൻസാണ്. ഹൃദയങ്ങളിൽ എപ്പോഴും ഒരു സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും ഒരാത്മാവ് ഉണ്ടാവണമെന്ന ദൈവകൽപ്പന. അങ്ങനെയുള്ളിടത്ത് എന്താ സംഭവിക്കുന്നത്? എബ്രായർ 13:15 അതിനെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരവില 14 നമ്മൾ വായിക്കുന്നു, വരുമാനമുള്ളത്ര നാം അന്വേഷിക്കുക. അതുകൊണ്ട് അവന് മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കാം. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പോലെ തന്നെ ഇടവിടാതെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അധരഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ നമ്മുടെ ഹൃദയങ്ങളിൽ പാടാൻ കൊലോസ്യ ലേഖനത്തിൽ എഫേസ്യ ലേഖനത്തിലൊക്കെ പറഞ്ഞെങ്കിൽ ഇവിടെ പറഞ്ഞ അധരം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്ന് പറഞ്ഞ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ പരാതിയും പിറുപിറുപ്പും കയ്പും ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ പറഞ്ഞ സന്തോഷവും സ്തോത്രവും സ്തുതിയും ഒക്കെ നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിഷണ്ട മനസ്സിന് പകരം നമുക്ക്
സ്തുതി എന്നൊരു മേലാട എപ്പോഴും കാണും. മേലാട എന്ന് പറഞ്ഞാൽ പുറമേ ധരിക്കുന്ന വസ്ത്രമാണ്. ഒരാൾ നമ്മളെ കാണുമ്പം നമ്മൾ വിഷണ്ടനായിട്ടിരിക്കുന്നോ, ഒരു സ്തുതിയുടെ ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നു. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്ത്, അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലായ്പ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാനാ പറയാൻ. ഇതെല്ലാം കൽപ്പനകളാണ്. നമ്മൾ ഈ കൽപ്പനകളൊക്കെ പലപ്പോഴും നിസ്സാരമാക്കാറുണ്ട്, ഇല്ലേ? നമുക്ക് അതിനോട് അങ്ങോട്ട് യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴെങ്ങനെ സ്തോത്രം പറയാൻ? പണ്ടൊരു ഉപദേശിയുടെ, തമിഴ്നാട്ടിലെ ഉപദേശിയുടെ കഥ ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞാന്നാ പറഞ്ഞത്. പുള്ളി എപ്പോഴും ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഒരു ശല്യമായിട്ട് ഒരാൾ പറഞ്ഞു, ഇന്നത്തെ മീറ്റിംഗ് സ്തോത്രം പറയാതിരുന്നാൽ നല്ല 2 ചെരുപ്പ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഇങ്ങനെ ചെരുപ്പ് പ്രതീക്ഷിച്ച് മിണ്ടാണ്ട് പഠിച്ചുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി പിടിവിട്ടു. പുള്ളി പറഞ്ഞു, ചെരുപ്പ് കിട്ടിയാലും ശരി, ചെരുപ്പ് കിട്ടിയില്ലാലും ശരി, കർത്താവിന് സ്തോത്രം. അതാ പറഞ്ഞു, നമ്മൾ ഈ ഒരു ആത്മാവിൽ ജീവിക്കുന്നിടത്ത് എല്ലാറ്റിനും വേണ്ടി പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുകയും പരാതി പറയുകയും ചെയ്യുന്നിടത്തൊക്കെ ഈ ഒരു സ്തുതിയുടെ ആത്മാവിൽ ജീവിക്കാതെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ അവിടെ സാത്താന്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല. സ്തുതിയും സ്തോത്രമുള്ള ഒരു ഹൃദയത്തിൽ സാത്താൻ അടുത്തു വരാൻ കഴിയത്തില്ല. അവന് വെറുക്കുന്ന ഒരു കാര്യമാണ്. പരാതി പ്രവൃത്തിക്കൊണ്ടേ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തുടങ്ങുമ്പോഴേ പുള്ളി ഇങ്ങനെ അടുത്തടുത്ത് വരും, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ സ്തുതിയുടെ സ്തോത്രത്തിന്റെ ആത്മാവുള്ളിടത്ത്, എപ്പോഴും സന്തോഷിക്കുന്ന ഒരാളുടെ അടുത്ത് സാത്താൻ അവന്റെ തന്ത്രങ്ങളുമായിട്ട് വരാനായിട്ട് കഴിയത്തില്ല. എന്തുകൊണ്ടാണ് സാത്താൻ പലപ്പോഴും നമ്മളെ വീഴിക്കാൻ കാരണം എന്താ? നമ്മൾ വിഷണ്ട മനസ്സോടെ ഇരിക്കുന്ന കാണുമ്പോൾ സാത്താൻ അറിയാം ഇപ്പൊ അവന്റെ തന്ത്രം അവിടെ ഫലിക്കും. നമ്മൾ അസ്വസ്ഥരാക്കാനായിട്ടും പരാതി പറയിക്കാനും പിറുപിറുക്കാനും കുറ്റപ്പെടുത്താനും ഒച്ചപ്പാടുണ്ടാക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടെന്ന് അവന് മനസ്സിലാവും. പക്ഷെ സ്തുതിയുടെ ആത്മാവ് ജീവിക്കുന്ന ആളെ കാണുമ്പോഴേ അവന് മനസ്സിലാവും ഇവിടെ ഒരു തന്ത്രവും ഫലിക്കത്തില്ല, അവൻ സ്ഥലം വിടും, അടുത്ത ആളെ അന്വേഷിച്ചു പോകും. അപ്പൊ നമ്മളെ ഒരു ശരീരമായിട്ട് വിളിച്ചിരിക്കുന്നത് ഇപ്പം എഫേസ്യർ 3 പറയുന്നുണ്ട്, സകല വിശുദ്ധന്മാരോടുകൂടെ ദൈവസ്നേഹത്തിന്റെ നീളം, വീതി, ആഴം, ഉയരം എന്തെന്ന് ഗ്രഹിക്കാൻ, സകല വിശുദ്ധന്മാരോടും കൂടെ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെ ഒരു പരാതിയില്ലാത്ത, പിറുപിറുപ്പില്ലാത്ത ഒരന്തരീക്ഷത്തിൽ സ്തോത്രത്തിന് സുഖരാത്മാവിൽ ജനിച്ചു വളരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഒരു ജീവനാൽ ചലഞ്ച് ചെയ്യപ്പെടും വളരെ പെട്ടെന്ന്. ആ ഒരു ചലഞ്ച് ചെയ്യപ്പെടുന്നതിന്റെ അനന്തരഫലം അവന് വഴി വളരെ പെട്ടെന്ന് കണ്ടെത്തും. അവൻ അഭ്യാസം പ്രാപിക്കുന്ന മാതാപിതാക്കളിൽ നിന്നാണ്. തീത്തോസ് 2 സഹോദരിമാരോട് പറഞ്ഞിട്ടുള്ള കാര്യം ചിലതൊക്കെ ചെറിയ യൗവനക്കാരെ അഭ്യസിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്തുതിയുടെയും സ്തോത്രത്തിന്റെ ആത്മാവുള്ളിടത്ത് നമ്മൾ അനുസരണം ഉണ്ടാകും, താഴ്മയുണ്ടാകും, തർക്കവും വാദമൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ ഫിലിപ്പിനത്തിനായിട്ട് പറയുന്നില്ല, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാണ്. എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. പിറുപിറുപ്പും വാദവും ഇല്ലെന്ന് മാത്രമല്ല, പിന്നെ അവിടെ എന്താ ഉള്ള സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും. ദൈവന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷസ്വരം ഉണ്ടെന്ന് നമ്മൾ വായിക്കുന്നു. ശരിക്കും അങ്ങനെ നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചമാണെന്നുള്ളൊരു കാര്യം ചലഞ്ച് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഇരുളായിരുന്നു, ഈ പിറുപിറുപ്പും പരാതിയും നിരാശയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണോ? ഒരു കാലത്ത് നമുക്ക് വിഷണ്ട മനസ്സുണ്ടായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണോ? അതോ നമുക്കൊരു സ്തുതി എന്ന വേലാടയുണ്ടോ? നമ്മൾ എപ്പോഴും സ്തോത്രം ചെയ്യുന്നുണ്ടോ? എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നുണ്ടോ? എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇതെല്ലാം കൽപ്പനകളാണ്. പക്ഷെ ഈ കൽപ്പനകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ഈ സാത്താൻ എപ്പോഴും ഇരുട്ടിലേക്ക് നമ്മളെ വലിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരാശയിലേക്ക്, പരാതിയിലേക്ക്, പിറുപിറുപ്പിലേക്ക്, എല്ലാറ്റിനെ കുറിച്ച് പിറുപിറുക്കുക. പക്ഷെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മളോട് പറയുന്നു. തീമോഥെയോസിൽ ആരും പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും. അപ്പം അങ്ങനെ ഒരു തൃപ്തിയുള്ള ഒരാളുടെ ഉള്ളിൽ നിന്നാണ് നിരന്തരം ഒരു സ്തോത്രം വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ രാത്രിക്കാലം നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഈ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ടോ? സാത്താന്റെ അധികാരത്തിൽ ദൈവത്തിന്റെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടോ? ജഡത്തിന്റെ ശക്തിയിൽ നിന്ന് ആത്മാവിന്റെ ശക്തിയിലേക്ക് വന്നിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ ജഡമാണോ നടത്തുന്നത്, ആത്മാവാണോ നടത്തുന്നത്? ആത്മാവ് നടത്തുന്നവരോടുള്ള ബന്ധത്തിൽ ഈ ആത്മാവിന്റെ ഫലം നിരന്തരമായിട്ടുണ്ടാകും. സ്തോത്രം, സ്തുതി. അവന്റെ ഹൃദയം എപ്പോഴും ദൈവത്തോടുള്ള സ്തുതി കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കും. നമുക്കറിയാം, കർത്താവ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നത്.
നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഈ സ്തോത്രം സ്തുതിയൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പരാതിയും കുറുകുറുപ്പും കുറ്റപ്പെടുത്തലും കയ്പും ഇതൊക്കെ ആയിരിക്കും. പ്രതികാരം ചെയ്യാനുള്ള ചിന്തയും തിരിച്ചടിക്കാനുള്ള ചിന്തയും പെട്ടെന്ന് മുറിപ്പെടുന്ന മനോഭാവവും. ഈ സ്തുതിയുടെ ആത്മാവിൽ ജീവിക്കുന്ന ഒരാൾ മുറിപ്പെടത്തില്ല. ശക്തിവേറിയ ശാസന കേട്ടാലും അവന്റെ ഉള്ളിൽ നിന്ന് ആ സ്തുതി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ വെളിച്ചത്തിൽ സൗരസാരന്മാരെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ഉള്ളിൽ ഈ ഒരു ദർശനം ദൈവം ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലനായി കാര്യങ്ങൾ ഈ സ്തുതിയെ കുറിച്ച് എഴുതിയത്. പക്ഷെ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തിൽ കിടന്നോണ്ടാണ് എഴുതിയത്. ചങ്ങല ബന്ധിക്കപ്പെട്ട് കിടന്നുകൊണ്ട് പറയാം എപ്പോഴും സന്തോഷിപ്പിക്കും. അവര് കെട്ടപ്പെട്ട് കിടന്നപ്പോഴും അവർ തന്നെയാണ് ചെയ്തേ. കർത്താവിനെ പാടി സ്തുതിച്ചു. അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത്. കാരണം അത്ര അടിയൊക്കെ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുമ്പോഴും പരാതിയല്ല, സ്തുതിയുടെ ഒരു ആത്മാവിലായിരുന്നു. ഒരു ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ഈ സ്തുതിക്ക് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞ് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം, സ്തുതിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നിടത്ത് സാത്താന്റെ സാന്നിധ്യം ഉണ്ടാകും. നമ്മൾ ജാഗ്രതയിലായിരിക്കും, സുബോധത്തിലായിരിക്കും. നമ്മൾ ഈ സുബോധം നഷ്ടപ്പെടുമ്പോഴാണ് കുറുകുറുക്കുകയും പരാതിയൊക്കെ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടാം. ദൈവത്തിന്റെ വെളിച്ചത്തിൽ പുതിയ തലങ്ങളെ കുറിച്ച് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുന്നുണ്ട്. സാഗ്രത ഇങ്ങനെ പറഞ്ഞു, അനുസരിക്കാനുള്ള പുതിയ കൽപ്പന കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ഉഴപ്പന്മാര് പിള്ളേരെ പോലെയാണ്. പഠിപ്പിച്ചൊന്നും പഠിക്കാതിരിക്കുമ്പോൾ അടുത്ത ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഭാരമായിരുന്നു അല്ലേ? അത് പഠിക്കുന്നൊരു വെച്ചാണല്ലോ, അവന് പുതിയൊരു രസം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു പുതിയ വാക്ക് പഠിക്കുമ്പോൾ, പുതിയൊരു കണക്ക് കിട്ടുമ്പോൾ സന്തോഷമാണ്. നമ്മൾ പലപ്പോഴും ഈ മടിയന്മാരായ പിള്ളേരെ പോലെയാണ്. അതിന്റെ അനന്തരഫലം നമ്മളിത് കേൾക്കും തോറും നമുക്ക് ഭാരം കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഒരു കാലത്ത് ഞാൻ ഇതൊക്കെ എന്നനുസരിച്ച് തീർക്കാൻ ആ ഒരു ചിന്ത എന്നെ ഒരു ഭയങ്കര നിരാശയിലേക്ക് നടത്തും. ജാഗ്രതനെ കേൾക്കും തോറും അനുസരിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ കേൾക്കുന്നു, പക്ഷെ അനുസരിക്കാൻ പറ്റുന്നുമില്ല. ആകെപ്പാടെ അസ്വസ്ഥ നിരാശയായിരുന്നു. കാരണം ഞാൻ സ്വന്തം ശക്തി കൊണ്ടായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഊന്നാൻ തുടങ്ങിയപ്പോൾ, ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ, അവിടെ റോമർ 8:14 പറഞ്ഞ ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്. നടക്കുന്നവരല്ല, നടത്തുന്നവർ. ദൈവാത്മാവിനെ ഞാൻ നടത്തപ്പെടുമ്പോൾ ഇതെല്ലാം അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. പക്ഷെ ഞാൻ സ്വയമായിട്ട് ശ്രമിക്കും ഇതെല്ലാം ഭാരമുള്ളതാണ്. ദൈവം ഞാൻ 5 വായിക്കുന്നുണ്ടല്ലോ, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവ അല്ല. ആത്മാവ് നമ്മളെ നടത്തുമ്പോൾ, ആത്മാവിന്റെ ഒരു നിറവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു വെല്ലുവിളിയാണ്, സന്തോഷമാണ്. അതുകൊണ്ട് സൗരസന്മാരെ നമുക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാം, നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനോട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. സുരസ്നേഹമുള്ള പിതാവേ, അന്ധകാരം നിറഞ്ഞ ഈ ലോകത്ത് അവിടുത്തെ വെളിച്ചങ്ങളായിരിക്കാനാണല്ലോ അടിയങ്ങളെ വിളിച്ചത്. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ ഈ പാപത്തിന്റെ അന്ധകാരം നിറഞ്ഞ ചുറ്റുപാടുകളിൽ അവിടുത്തെ വെളിച്ചം പ്രകാശിക്കുന്നവരായിട്ട് അടിയങ്ങളായിരിക്കാൻ തക്കവണ്ണം വിശ്വാസവും ധൈര്യവും ആത്മനിർവ്വം നൽകിയ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും അവിടുത്തെ കൽപ്പനകളെ സ്നേഹിച്ച് കൈക്കൊള്ളുവാൻ തക്കവണ്ണം താഴ്മയുള്ളൊരു ഹൃദയം നൽകിയ അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൽപ്പനകൾക്കായിട്ടുള്ള ദാഹത്താൽ അടിയങ്ങളെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ കർത്താവേ. അങ്ങനെ ആത്മാവ് നടത്തുന്ന പോലെ നടന്ന് വെളിച്ചങ്ങളായി, പ്രകാശങ്ങളായി, ജീവനായിരുന്ന് അനേകരെ അങ്ങിലേക്ക് വെല്ലുവിളിക്കുന്ന ഒരു ജീവൻ നയിപ്പാനായിട്ട് വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും സഭാജീവിതത്തിലും അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.